എന്താണ് ജോജോ സാറേ ഓണമായിട്ട് VT സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്, അതിനെപ്പറ്റി 2 വാക്ക് പറയാമോ? ഓണമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് CH സ്റ്റേഷനിലാണ് ഓണം സദ്യ കഴിക്കുന്നതും ഓണത്തിന് ഉറങ്ങാണ്ട് നമ്മൾ ഓണത്തിന് ഉറങ്ങാണ്ട് കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പുലർച്ചെ എഴുന്നേറ്റ് കൂടുന്നതാണുണ്ടാവും അല്ലേ മധു നാട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പം ഈ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഓണത്തിന് ഇവിടെ കൂടുന്നു. ഈ കൂടുന്നത് കൊണ്ട് നമ്മുടെ ഓണാഘോഷവും ഓണസദ്യയും എല്ലാം ഇവിടെ തന്നെയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. ഓണം നമുക്ക് മലയാളികൾക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ മറുനാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനിച്ചുള്ള തലമുറയ്ക്ക് ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതേക്കാൾ ഉപരിയായിട്ട് ഓണം മലയാളികളുടെ സ്വന്തം ഉത്സവമാണ്. ആ ഉത്സവം ഇന്ന് നമ്മളിവിടുത്തെ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ വന്നിറങ്ങുന്ന മലയാളികളല്ലാത്ത ആളുകളും കൂടെ അവരുടെ സ്വന്തം ഉത്സവമായി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വർഷം പൂക്കളമുണ്ടോ എന്ന് ആകാംക്ഷയോടെ നോക്കുന്നത് അന്യഭാഷക്കാരായിട്ടുള്ള ആളുകളാണ്. അതിനൊരു കാരണം ഇവിടെ ഇടുന്ന ഈ പൂക്കളം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിചയമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഈ പൂക്കളത്തെക്കുറിച്ചൊരു അറിവില്ല. അവർക്ക് രംഗോളി അവരിവിടുത്തെ നമുക്ക് തന്നായ രീതിയിൽ പൗഡർ കൊണ്ടുള്ള രംഗോളിയാണ്. ആ രംഗോളി ഇടുന്നതോടൊപ്പം തന്നെ നമ്മൾ പൂവുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാനുള്ള ആസ്വദിക്കാനുള്ള ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സെൽഫി എടുക്കുന്നതാണ്. ലോകത്തിലെ തന്നെ തിരുവോണ ദിവസം, ഞാൻ പറയുന്നത് തിരുവോണത്തിൻ്റെ അന്ന് ഇത്രയും സെൽഫി എടുക്കുന്ന പൂക്കളും മറ്റൊരു സ്ഥലത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തിരുവോണ ദിവസം കേരളത്തിൽ പോലും അവരവരുടെ വീടുകളിലാണ് ആളുകൾ ഒതുങ്ങിക്കൂടുന്നത്. ഇവിടെ നമ്മളുടെ ഈ പൂക്കളെ കാണാൻ വേണ്ടി അല്ല ഇവർ വരുന്നത്. ഇവർ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. ഒരു ദിവസം 50 ലക്ഷത്തിലധികം ആളുകൾ യാത്ര ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ ഈ പൂക്കളെ നമ്മളിവിടെ 2 ദിവസത്തേക്ക് വയ്ക്കാറുണ്ട്. 2017 ഇവിടെ നമുക്കറിയാം വലിയ അവിടെ ക്യാമറകളൊക്കെ വെച്ചിട്ടുണ്ട്. 2017 നമുക്ക് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഏകദേശം 26 ലക്ഷം ആളുകൾ പൂക്കളം കണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ എപ്പോൾ നോക്കിയാലും 200-300 ആളുകൾ ഒരു മിനിറ്റിനുള്ളിൽ പോലും ഇവിടെ വന്ന് പോകുന്നു. ഇതിന് ഒരു ദിവസത്തിന് വേണ്ടി തിരിപ്പിക്കുന്ന പൂക്കളമാണ് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റാൻ. ഇവിടെ ആളുകൾ ഇപ്പോൾ നമ്മൾ മാറ്റാൻ പോയി കഴിഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ നമ്മൾ തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ആളുകൾ അവരുടെ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന രീതി എണ്ണീരാത്ത് കയറലെന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം 2-3 കാര്യങ്ങൾ പറയണം. അപ്പോൾ ഓണത്തെ ജനകീയമാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരമാണ്. കേരള സർക്കാർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ കേരളത്തിലേക്ക് ഇവിടെ അന്യഭാഷക്കാർ അത് ഏറ്റെടുക്കുന്നു. അവർക്ക് സെൽഫി എടുക്കാനും ഇത് കാണാനുള്ളതുകൊണ്ട് അവരുടെ സ്വന്തം ആഘോഷമായി മാറിയിട്ടുണ്ട്. ടെററിസ്റ്റ് അറ്റാക്കിൽ മരിച്ച ആളുകൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിത് കൊടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന് തൊട്ട് മുകളിലൊക്കെ വെടിയുണ്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2008 ഇവിടെ നടന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ പിടിഞ്ഞു വീണ ആളുകൾ മരിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ ഈ പ്രളവും ചതിയില്ലാത്ത രാജ്യത്തെ രാജാവ് പ്രജകളെ കാണാൻ വരുന്നു എന്നുള്ള മഹാബലി സംഭവൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരും തുല്യരാണ് എന്നുള്ളത് അക്രമം ഉണ്ടാവില്ല. പ്രളവും ചതിയില്ലാത്ത അക്രമം ഉണ്ടാവില്ല. ആ ഒരു കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ ആഘോഷം നടത്തുന്നത്. താങ്ക് യു.